നമസ്കാരം, ഞാൻ ദിനേഷ് സോക്കണ്ടിക. ഇന്ന് ഒരു ചിരട്ട കാണിച്ചു തരാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. ഒരു അടുക്കളത്തോട്ടം ചെയ്യുന്ന യൂട്യൂബ് വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരാളുടെ വീഡിയോ ആണ്. അതിൽ ഒരു ചിരട്ടയിൽ ഒരു മുളകും തൈ വെച്ചിട്ട് ധാരാളം പടർന്ന് കായുണ്ടായി നിൽക്കുന്നു. ചെടി ഒരു ചെറിയ വാടിയ ഒരു പോലെ തോന്നി എനിക്ക്. എന്നാലും അവർ പറയുന്നത് ഒരു ചിരട്ടയിൽ നിങ്ങളൊരു മുളകും തൈ കുഴിച്ചിട്ടിട്ട് ഇത്രയും ധാരാളം കായുണ്ടാവുന്നു, പൂവുണ്ടാവുന്നു, കായുണ്ടാവും, ഇത്രയും വളരുന്നു. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോഴേ ആ വീഡിയോ ഉപകാരപ്പെടാവുന്ന തരത്തിലേക്കെങ്കിലും എത്തിക്കണം എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട് കേട്ടോ. കാരണം ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ മനസ്സിലായത്, ഇതിലിപ്പോൾ വിത്തിട്ട് മുളപ്പിക്കാൻ വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. പക്ഷേ വിത്തിട്ട് മുളപ്പിക്കാൻ ഈ ഓട്ടമില്ലാത്ത കണ്ണില്ലാത്ത ചിരട്ട ഉപയോഗിച്ച് വെച്ചാൽ അതിൽ എപ്പോഴും നനയ്ക്കുമ്പോൾ വെള്ളം കൂടി കഴിഞ്ഞാൽ വിത്ത് ചീഞ്ഞു പോകും. ഇനി അതിലൊരു മുളക് തൈ മുളച്ചു എന്ന് കരുതട്ടെ, കുറച്ചൊക്കെ വെള്ളം നോക്കിയിട്ടാണ്. ഈ ചിരട്ട എങ്ങനെയാണ് സാധാരണ സ്പേസിൽ ഇരിക്കുക? ഒരു മതിലിൻ്റെ മേലെയോ ഇത് ഇങ്ങനെ ഇരുന്നാൽ വീണു പോവും. ഇതിൻ്റെ കൂർത്ത ഭാഗമാണ്. ഇനി അത് വേണ്ട, മണ്ണിൽ താത്തി വെച്ചു എന്ന് കരുതുക. എന്തിനാ മണ്ണുള്ള സ്ഥലത്ത് ഈ ചട്ടിയിൽ ഈ ചിരട്ട മണ്ണ് താത്തി വെക്കണ്ടല്ലോ. ആ മണ്ണ് മാന്തിയിട്ട് കുറച്ച് ഒരു വളം ഇട്ടിട്ട് കുറച്ച് വിത്ത് കുഴിച്ചിട്ടാൽ ഇതിലേറെ പൂവും കായും ഉണ്ടാവില്ലേ? കാരണം നമ്മളുടെ മനസ്സിലൊക്കെ നല്ല നല്ല വീഡിയോ ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. ആ വീഡിയോയിൽ പെട്ടൊരു വീഡിയോ ആയിരുന്നു അത്. അപ്പോൾ ഒരു ചിരട്ടയിൽ മുളകും തൈ ഇത്രയും നന്നായി വളർത്താൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ എത്ര ചിരട്ട ഉണ്ട്? ടെറസുമൊക്കെ ചിരട്ട വെച്ച് വളർത്തിക്കൂടെ? ഇതിലുള്ള എത്ര മണ്ണ് കൊള്ളും? വളരെ കുറച്ച് മണ്ണ് ഇതിൽ കൊള്ളുള്ളൂ. അപ്പം ഇങ്ങനെ ഈ ഒരു ചെറിയ ഇതിലെന്താ കുഴപ്പം വരുമെന്നറിയോ? നന്നായി ഇഷ്ടപ്പെടുന്ന ആളുകളുടെ വീഡിയോ ഉണ്ട്, കുറേ ആളുകളെ ഫോളോ ചെയ്യുന്നുണ്ട്. ഈ ഇൻഫ്ലുവൻസേഴ്സാണ് അവരൊക്കെ. അവരുടെയൊക്കെ വീഡിയോ കാണുമ്പോൾ നമുക്കും അതേപോലെ ചെയ്യാൻ തോന്നും, അത് ശരിയാണെന്ന് തോന്നും. എന്നിട്ട് ഇനി കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഒരു ചിരട്ട എടുത്തിട്ട് അതിൽ മുളകും തൈ വെച്ചിട്ട് ഒരു മുളകും തൈൻ്റെ വേര് നിൽക്കാനുള്ള സ്ഥലം ഉണ്ടോ ഇതിൽ? അപ്പോൾ അത്തരം വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി വലിപ്പമുള്ളൊരു പാത്രത്തെ പറ്റി പറയുകയും ഒരു വലിപ്പമുള്ള പാത്രത്തിൽ മുളക് തൈ വെച്ചിട്ട് അതിൻ്റെ അസുഖങ്ങളെക്കുറിച്ച് പറയുക, അത് വളർത്തുന്നതിനെക്കുറിച്ച് പറയുമ്പോഴൊക്കെ നന്നായിരിക്കും. ഞാൻ ഇത് ആരെയും മോശമാക്കി പറയുകയല്ല. വീഡിയോ ചെയ്യുമ്പോൾ അത് ആർക്കെങ്കിലും ഗുണമാണ്. അല്ല, വീഡിയോ അതിൽ അധികം ഗുണമുള്ള വീഡിയോ അല്ല ആൾക്കാർ കാണുന്നത്. വെറുതെ ആളുകളെ പറ്റിക്കാൻ ഉപയോഗിക്കുന്ന വീഡിയോസാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അഗ്രികൾച്ചർ പ്രൊമോഷൻ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ കൃഷി കൂടുതൽ ഡെവലപ്പ് ആവാനും അടുക്കളത്തോട്ടം നന്നാക്കാനും അടുക്കളത്തോട്ടത്തിലേക്കുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും പറ്റിയ വീഡിയോസൊക്കെ തരാം. ഇത് പറയാൻ കാരണം, ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ആദ്യം ചിരി തോന്നി. ഒരു ചിരട്ടയിൽ ഇത്രയും നല്ല രീതിയിൽ മുളക് വളർത്താൻ പറ്റുന്നത്. നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് രേഖപ്പെടുത്തൂ. താങ്ക്